കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതികളെ ഇന്ന് വിവിധ ഇടങ്ങളിലെത്തിച്ച് തെളിവെടുത്തു. ജനരോഷം കാരണം അപകടം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതിനിടെ താൻ കീഴടങ്ങിയതാണെന്നും അറിഞ്ഞുകൊണ്ടല്ല കൊലപാതകം നടത്തിയതെന്നും അബദ്ധം പറ്റിയതാണെന്നും ഒന്നാം പ്രതി അജ്മൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരുപാട് മാർഗമുണ്ട്, ഞാൻ രക്ഷപ്പെട്ടില്ല. ഞാൻ സ്വയമേ കീഴടങ്ങിയതാണ്. വൈകിട്ടാണ് ഞാൻ അറിയ സംഭവം ഒരാൾ മരണപ്പെട്ടത്. ഇത് അബദ്ധം പറ്റിയതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല. അവനെ ജയിലിലല്ല വിടേണ്ടത്, ഇവിടെ റോഡിൽ കിടന്നവര് രണ്ടുപേര്. എന്റെ ഉമ്മിച്ചതിന്ന വേദന ഞങ്ങൾ കണ്ടു നിൽക്കണം. എന്റെ ഉമ്മിച്ചതിന്ന വേദന അവൻ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ ശേഷം കേസിലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട അജ്മലുമായി പോലീസ് വിവിധ സ്ഥലങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തി. അപകടം നടന്ന ആനൂർക്കാവിൽ അജ്മലുമായി പോലീസ് എത്തിയെങ്കിലും ജനരോക്ഷത്തെ തുടർന്ന് 2 തവണയും തെളിവെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നാലെ സ്ത്രീക്കുട്ടിയുമായി പോലീസ് ആനൂർക്കാവിലെത്തിയെങ്കിലും പോലീസിന് തെളിവെടുപ്പ് നടത്താൻ സാധിച്ചില്ല. ജനരോഷം ഉണ്ടായതോടെ പ്രതികളെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോലും സാധിച്ചില്ല. ഈ എവളെ ഈ പൊതുജനത്തിന് മുമ്പിൽ കൊണ്ടുപോകണം ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. അതൊന്നുമല്ല, അവളെ കാണണമെങ്കിൽ ഇവിടെ ഇറക്കണമായിരുന്നു, പോലീസുകാർ ഇവിടെ ഇറക്കണമായിരുന്നു. എന്തുകൊണ്ട് അവരെ ഇറക്കിയില്ല? ഒരിക്കലും മാപ്പില്ല. ഞങ്ങൾ എന്ന് ഇവിടെ വരുന്നോ അവളെ ഞങ്ങൾ ശരിയാക്കും, അത്രേ ഉള്ളൂ. അപകടശേഷം പ്രതികൾ പോയ ഇടക്കുളങ്ങരയിലെ വീട്ടിലും പ്രതികൾ താമസിച്ചിരുന്ന കരുനാഗപ്പള്ളിയിലെ ഫ്ളാറ്റിലും പോലീസ് തെളിവെടുത്തു. പ്രതികൾ ലഹരിക്കടിമയെന്നും ചോദ്യം ചെയ്യുമ്പോൾ പ്രതികളുടെ മൊഴികൾ പരസ്പര വിരുദ്ധമായിരുന്നുവെന്നും കസ്റ്റഡി അപേക്ഷയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. മെഡിക്കൽ പരിശോധനയിൽ പ്രതികൾ MDMA ഉപയോഗിച്ചതായി തെളിഞ്ഞുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടന്നത് കൊലപാതകമല്ലെന്നും അപകടമരണം മാത്രമാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഡോക്ടർ എന്ന പരിഗണന ശ്രീകുട്ടി അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ ഡോക്ടറെ കസ്റ്റഡിയിൽ വേണമെന്നും ആവശ്യപ്പെട്ടു. ഞായറാഴ്ച 5 മണി വരെയാണ് പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാകുക. റിപ്പോർട്ടർ, കൊല്ലം.